സാധാരണഗതിയിൽ ഇതുപോലത്തെ ലോ ബഡ്ജറ്റ് വീടുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉള്ളിലേക്ക് കയറണം, ഊടുവഴിയിലൂടെ കയറണം, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ലോ ബഡ്ജറ്റ് വീട്ടിലേക്കുള്ള ആക്സസ് നോക്കി നല്ല വീതിയുള്ള റോഡാണ്. അത് മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു 40 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. മെയിൻ റോഡ് ഏതാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ തച്ചോട്ടുകാവ് നിന്ന് മൂങ്ങോട് പോകുന്ന വഴി അഭയ ഹോസ്പിറ്റലിന് നേരെ എതിർവശം കാണുന്ന ഇന്ദുകിരണം ഗാർഡൻസ്, അതിനകത്തേക്ക് കയറി ഇങ്ങനെ വരുമ്പം തന്നെ നേരെ കാണുന്ന ഈ ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. 3 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. വീട് ഏകദേശം 2 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും ആരും താമസിച്ചിട്ടില്ല. നിങ്ങൾ വരുന്നവരും നിങ്ങളായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ താമസക്കാർ കേട്ടോ. എങ്ങനെയാ വെച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് 2 പേർക്കായിട്ട് ഈ വീടും തൊട്ടടുത്ത വീടുമായിട്ട് ഇതിൻ്റെ ഉടമ വാങ്ങിയതായിരുന്നു. പക്ഷേ അവരുടെ ജോലിയുടെ കാര്യം അതൊക്കെ കാരണം ഇതുവരെയ്ക്കും ഈ വീടുകളിൽ ആരും താമസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കും ഈ വീടിൻ്റെ ആദ്യത്തെ താമസക്കാർ. നമുക്ക് മുൻവശത്ത് തന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു വുഡൻ പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മുൻവശത്തുള്ള വാതിലൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കൻ തടിയിലാണ്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. സീലിങ്ങിലൊക്കെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലേക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ വരുന്നുണ്ട്. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പുകയില്ല അടുപ്പ് സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം, ഈ കാണുന്നത് പോലെ വേസ്റ്റ് ഇട്ട് കത്തിക്കാനുള്ള സൗകര്യം. ഇപ്പോൾ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, 3 സെൻറ്റ് വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ വേസ്റ്റ് എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ നമുക്ക് കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റ് ആണെങ്കിൽ കത്തിച്ച് കളയാൻ പറ്റും. ഇപ്പം സിറ്റിക്കകത്ത് ശരിക്കും നിങ്ങളിപ്പോൾ 10 സെൻറ്റിൽ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരു വേസ്റ്റ് ഇട്ട് കത്തിക്കരുതെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസിനറേറ്റർ എന്തെങ്കിലും ഉപയോഗിച്ച് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അല്ലാണ്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുടുംബശ്രീക്കാർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ബയോ ഡീകമ്പോസിബിൾ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം അതിനകത്ത് സുഖമായിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം ഈ കാണുന്നത് പോലെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം. ഇവിടെ വന്ന് ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഷോ കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 ബെഡ്റൂംസ് ആണ് മേളത്തെ നിലയിൽ വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതുപോലെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ എല്ലാം പുത്തൻ കണ്ടീഷനിലുണ്ട്. ഇപ്പം വാങ്ങി വെച്ചതാണ് കിടപ്പുണ്ട് കേട്ടോ. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും കബോർഡ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാണുന്ന ഒരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ. നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണി എന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൊക്കേഷനാണ്. ബസ് റൂട്ടൊക്കെ തൊട്ടടുത്താണ്. നമുക്കിങ്ങനെ നടന്ന് കയറാവുന്ന രീതിയിൽ ബസ് റൂട്ട്. അഭയ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് വണ്ടികളൊക്കെ പോകുന്ന ഒരു ഇത് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10-40 മീറ്റർ അങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. ആ രീതിയിൽ ആക്സസ് വരുന്ന പ്രോപ്പർട്ടി. തച്ചോട്ടുകാവ് ഏരിയയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ്. കാരണം ആ രീതിയിലുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുവട്ടത്ത് അയൽക്കാരായിട്ട് വരുന്നത് കേട്ടോ. താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയെ വിളിച്ചോ. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഇതേ ഓണറിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു വലിയ വീട് തൊട്ടടുത്ത് ഇവരുടെ 2ാമത്തെ മകൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് തൊട്ടടുത്തായിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ 3.25 സെൻറ്റിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 ബെഡ്റൂം വീടാണ്. അതിൻ്റെ പ്രൈസ് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുന്നുണ്ട്. 62 ലക്ഷം രൂപയ്ക്ക് ആ വീട് സ്വന്തമാക്കാം. നമ്മളിപ്പോൾ കാണിച്ച ഈ വീടിന് 55 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ചുറ്റോട്ടതൊക്കെയുള്ള വില നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നേരിട്ട് ഇവരെ വന്ന് കാണുക. വീട് നല്ല കണ്ടീഷൻ വീട് കേട്ടോ. നമുക്ക് 2 വർഷം പഴക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുള്ള കുറവും വീട്ടിലില്ല. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാം.